إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനെ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി അള്ളാഹു തൗഫീഖ് നൽകിയവരെല്ലാം പരിശുദ്ധമായ മക്കയും പരിസരവും ആ മക്കയുടെയും അതിൻ്റെ വിവിധ പ്രദേശത്തേക്കും അവരെത്തിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ അവരെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 5 നേരവും നാം തിരിഞ്ഞു നിസ്കരിക്കുന്ന ഖിബലയാകുന്ന പരിശുദ്ധ കഅബയും ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമും അതിനോടനുബന്ധമായ അള്ളാഹുവിന്റെ ശിആറുകളിൽപ്പെട്ട ഓരോന്നും നമ്മുടെ മനസ്സിൽ നിറയുന്ന ഒരു സമയമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മക്ക, ബക്ക, ബലദുൻ അമീൻ, ഉമ്മുൽ ഖുറ, ബൈത്തുൽ അതീഖ് എന്നൊക്കെ വിവിധ പേരുകളാൽ പരിചയപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമാണ് പരിശുദ്ധമായ മക്ക. മക്കയും മക്കയിലെ മഹാത്ഭുതങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭൂതിയാണ്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതിന്റെ വിശദീകരണമായി വഹീന്റെ അടിസ്ഥാനത്തിൽ സയ്യിദുന ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ഒരു പ്രദേശത്തെയും ഈ പ്രദേശത്തുള്ള വ്യത്യസ്ത സംഭവങ്ങളെയും ഒക്കെ അതിന്റെ ഫളലും ഷറഫുമൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിന്റെ 91-ാമത്തെ ആയത്തിൽ ഈ മക്കയെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മക്ക ഹറമാണ് എന്നതാണ്. മക്ക എന്ന് പറയുന്നത് ഹറമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ ഈ പ്രദേശത്തെ അള്ളാഹു പവിത്രമാക്കുകയും പ്രത്യേകമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഏത്? നമ്മളിപ്പോൾ തിരിഞ്ഞിരിക്കുന്ന ഖിബലയാകുന്ന കഅബയും അതിന്റെ പരിസരത്തുള്ള വിശിഷ്ടമായ അള്ളാഹുവിന്റെ ശിആറുകളും ആ ശിആറുകൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന മക്ക രാജ്യവും
ആ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ്. അല്ലാഹു പറഞ്ഞെന്തറിയോ? റബ്ബ് പറയാണ്, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തില്ലദീ ഹറമഹാ വലഹു കുല്ലു ശൈഇ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ഈ രാജ്യത്തെ യാനി മക്ക രാജ്യത്തെ പവിത്രമാക്കി തീർത്ത ഇതിന്റെ റബ്ബിനെ ആരാധിക്കുവാൻ മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അഥവാ മക്ക എന്ന് പറയുന്ന വിശിഷ്ടമായ ഒരു രാജ്യം, അതിനെ പവിത്രമാക്കി തീർത്ത അല്ലാഹു, അവന് മാത്രം ഇബാദത്ത് എടുക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വസ്തുവും അവന്റേതത്രേ, ഞാൻ മുസ്ലിമായിരിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അല്ലാഹു അക്ബർ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവരെ തൊട്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മക്കയുടെ വിജയ ദിവസം, ഫത്ഹു മക്ക, ഈ മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ ഈ നാട്, മക്ക രാജ്യം അല്ലാഹു പവിത്രമാക്കിയിരിക്കുന്നു എന്നാണ്. മക്ക പവിത്രമാണ്. എത്രത്തോളം മക്ക പവിത്രമാണ്? ഖിയാമത്ത് നാൾ വരേക്കും അത് പവിത്രമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വീണ്ടും പറയുന്നത് കാണാം, മുത്തഫഖുൻ അലൈഹി ഹദീസിന്റെ ഒരു ഭാഗം, ഇന്ന മക്കത ഹറമഹല്ലാഹ്, നിശ്ചയമായും മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുന്നു എന്നാണ്. മക്ക പവിത്രമാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഹറം, മക്കയുടെ ഹറം, നമുക്കൊക്കെ അറിയാം, ഒരു വട്ടം പോയവർക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് ആ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അറിയാം, 2 തരം പാസ്പോർട്ടുകൾ തന്നെ കാണാൻ പറ്റും. ആ ഹറമിന് ഒരു അതിർത്തി, പ്രത്യേകമായ കവാടങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കേവലം ആ രാജ്യത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് തീരുമാനിച്ചൊരു തീരുമാനമല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല നൽകിയ തീരുമാനമാണ്. ഇന്ന പ്രദേശം മുതൽ ഇന്ന പ്രദേശം വരെ ഹറമിന്റെ അതിർത്തിയാണ് എന്നത് അല്ലാഹു നിശ്ചയിച്ചതാണ്, സൗദി ഗവൺമെന്റ് നിശ്ചയിച്ചല്ല. നോക്കൂ, നമ്മൾ കാണുന്ന ഹറമിന്റെ പരിധി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറഞ്ഞയച്ചുകൊണ്ടാണ് ഹറമിന്റെ പരിധി നിർണയിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമായപ്പോഴേക്കും അതൊന്നുകൂടെ വീണ്ടും പുതുക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്ന ഹറമിന്റെ പരിധി അല്ലാഹു ജിബ്രീലിനെ അയച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഹറമിന്റെ പരിധിയാണ്. തൂഫാൻ, മഹാനായ റസൂലുള്ളാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ തൂഫാൻ, ആ തൂഫാൻ അതിനുശേഷം കഅബയെ പടുത്തുയർത്തിയത്, ഈ കാണുന്ന ഒരു രീതിയുടെ തുടക്കം ഉണ്ടാക്കിയത് മഹാനായ ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമുസ്സലാം എന്നിവരാണ്. ഇത് നമുക്ക് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 127-ാമത്തെ ആയത്ത്. ഞാനിതിങ്ങനെ പറയുമ്പോ ഒരു പക്ഷേ ഈ രാജ്യത്തെ കുറിച്ചോ ഈ നാടിനെ കുറിച്ചോ ഈ നാടിന്റെ ഹുർമത്തിനെ കുറിച്ചോ ഒരു പക്ഷെ ചിന്തിക്കാത്ത ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ ആലോചിച്ചൊക്കെ എന്തിനാ നമ്മളിതൊക്കെ പറയുന്നത്? തിരിഞ്ഞിരിക്കണവർക്കറിയോ? പരിശുദ്ധ ഹറമിലേക്കാണ്, മക്കയിലേക്കാണ്, കഅബയിലേക്കാണ് തിരിഞ്ഞിരിക്കണ, അവിടേക്കാണ്. എന്നിട്ട് നമ്മൾ ആലേക്ക് എന്തിനാ ഇതൊക്കെ പറയണത്? ചിലപ്പോ ഒരു പക്ഷേ, അല്ലാഹു കാക്കട്ടെ. നോക്കൂ, അല്ലാഹു പറഞ്ഞു, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ്. ആ ഹദീസിന് ശേഷം കാണാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസ് വിവരിക്കുന്നിടത്ത് കാണാം, ഈ കഅബ ഇന്നുണ്ടായിരുന്ന കഅബയുടെ സ്ഥാനത്തൊരു മൺകൂന മാത്രമായിരുന്നു. അല്ലാഹു ഇബ്രാഹിം നബിക്ക് അത് കാണിച്ചു കൊടുത്തു സ്ഥാനം.
അവിടെ എന്ത് ചെയ്യണം? താങ്കൾ അതിനെ കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചു കൂടെ. അതാണ് അല്ലാഹു പറഞ്ഞത്, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിൽ. ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമുസ്സലാം അവർ രണ്ടുപേരും കൂടി ആ ഭവനത്തിന്റെ അടിത്തറ കെട്ടി ഉയർത്തിയിരുന്ന സന്ദർഭത്തെ ഓർക്കണം എന്നാണ്. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 26 കാണാം, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. ഇബ്രാഹിമിനെ നാം ആ ഭവനം നിൽക്കുന്ന സ്ഥലം ഒരുക്കി കൊടുത്ത സന്ദർഭം. ആവശ്യത്തിന് കട്ടയും മണ്ണുമൊക്കെ തന്റെ മകൻ ചുമന്നുകൊണ്ടുവരികയും എന്നിട്ട് അത് ഓരോന്നോരോന്നായി കെട്ടിപ്പടുക്കുകയും അവസാനം എത്താത്തിടത്ത് ഒരു പീഠത്തിന്മേൽ അല്ലെങ്കിൽ ഒരു കല്ലിന്മേൽ കയറി നിൽക്കുകയും എന്നിട്ടത് കെട്ടിപ്പടുക്കുകയും ചെയ്തു. ആ കേറി നിന്നതിനാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുക. മഖാമു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എത്ര അനുഗ്രഹീതമാണ് പ്രിയമുള്ളവരെ ആ കഅബാലയം കുടികൊള്ളുന്ന മക്ക രാജ്യത്തെയും മണ്ണ് എത്ര പരിഭാവനമാണ്. ഒരു മുഅ്മിനിന്റെ ഖൽബ് ആ മക്കയും മക്കയിലുള്ളതിനെയും ചുറ്റിപ്പറ്റിയാണ്. കാരണം എന്താ? അവരുടെ ദീനീയായ മതപരമായ നന്മകൾ, നിസ്കാരം, ഹജ്ജ്, ഉംറ പോലുള്ളതെല്ലാം അതിനെ അടിത്തറപ്പെടുത്തിയാണ് നിലകൊള്ളുന്നത്. കഅബയില്ലാത്തൊരു നിമിഷത്തെക്കുറിച്ച് മുഅ്മിനുകൾക്ക് ആലോചിക്കാൻ വയ്യ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നിർബന്ധമായ 5 സമയം നമ്മൾ തിരിയുന്നത് അവിടേക്കാണ്. പ്രാർത്ഥനകൾക്ക് പോലും നമ്മൾ തിരിയുന്നത് അവിടേക്കാണ്. ദിക്റുകൾ ചൊല്ലുന്നിടത്ത് പോലും ആദാബുകൾ പാലിക്കുന്ന തിരിയുന്നത് അവിടേക്കാണ്. ഖുർആൻ ഓതുന്നിടത്ത് പോലും നമ്മൾ തിരിയുന്നത് അവിടേക്കാണ്. എന്തിന് ഒരാൾ മരിച്ചാൽ ആ മരിച്ച ഖബർ ഒരുക്കുന്നത് പോലും അതിനെ കണക്കാക്കിയാണ്. അതിനപ്പുറത്തേക്ക് ആളുകൾ മുഴുവനും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ മയ്യത്ത് ഇവിടെയാണെങ്കിൽ ആളുകൾ മുഴുവനും കിഴക്ക് ഭാഗത്ത് നിൽക്കുകയും ഖിബലയിലേക്ക്, നമ്മുടെ നാട്ടിൽ പടിഞ്ഞാറും കിഴക്കുമാണ് കണക്കാക്കല്. അതായത് മയ്യത്ത് മുന്നിൽ വെക്കുകയും ആളുകൾ അതിനെ ചുറ്റി നിന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യുന്ന രീതിയല്ല അഹ്ലു സുന്നത്തിന്റേത്. പിന്നെന്താ? എല്ലാവരും മയ്യത്ത് ഖിബലയുടെ ഭാഗത്ത്, ആളുകൾ മുഴുവനും ബാക്ക് സൈഡില്, അഥവാ മയ്യത്ത് മാത്രമേ കഅബയുടെ ഭാഗത്തുണ്ടാകാവൂ. നമ്മൾ അറിയുന്ന ആളുകൾ പോലും മരിച്ച ആ മയ്യത്തിനെ ഖബറടക്കുന്നിടത്ത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. മയ്യത്ത് ഇവിടെ ഖിബലയുടെ ഭാഗത്ത്, നമ്മളോ അതിന്റെ പുറകില്. നമ്മൾ തസ്ബീത്ത് ചോദിക്കേണ്ടത് പുറകിൽ നിന്നാണ്, ഖബറടക്കേണ്ടത് ഇങ്ങനെയാണ്. അവിടെ പോലും കഅബയെ പ്രധാനമായി കാണുന്നു, ഖിബലയെ പ്രധാനമായി കാണുന്നു. അപ്പൊ ഇത് ഗൗരവമുള്ളൊരു ചർച്ചയാണെന്ന് അർത്ഥം. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തത്, ഈ കഅബയും കഅബയുടെ പരിസരത്തുള്ളതും അഥവാ മക്കയും മക്കയിലുള്ളതും അതൊരു സുരക്ഷിത കേന്ദ്രമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ച പരിശുദ്ധമായ ഭവനമാണ് കഅബയും കഅബയുടെ പരിസരത്തുള്ളതും. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 125-ാമത്തെ ആയത്തിൽ കാണാം, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന. ആ ഭവനത്തെ, ഏത് കഅബാലയത്തെ, ജനങ്ങൾ ഒത്തുകൂടുന്ന സമ്മേളിക്കുന്ന ഒരു സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഈ ആയത്ത് കേൾക്കാത്തവരാരാ? ഈ ആയത്ത് ഓതാത്തവരാരാ? ഈ ആയത്തിനെ കുറിച്ച് ആയത്ത് പലപ്പോഴും പാരായണം ചെയ്യുന്നവർ നമ്മൾ, പക്ഷെ നമ്മൾ ആലോചിക്കാത്തതിനകത്തുണ്ട് മസാബതൻ ലിന്നാസി വഅംന. 2 കാര്യമാണ് ആയത്തിൽ. ഒന്ന്, ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, കഅബയെ അള്ളാഹു ജനങ്ങൾക്ക് ഹൃദയബന്ധമുള്ള ഒന്നാക്കിയിരിക്കുന്നു എന്നാണ്. ഹൃദയബന്ധമുള്ള ഒന്ന്, തിരിച്ചു ചെല്ലാനുള്ള ഒരിടമാക്കിയതാണ്. അവിടുന്ന് എപ്പോൾ കഅബാലയം കണ്ട് തിരിച്ചു പോന്നാലും വീണ്ടും അവർക്ക് അവിടേക്ക് തിരിച്ചു പോകാനുള്ളൊരു മനസ്സും ഒരു താല്പര്യവും, കഅബയെ ചുറ്റിപ്പറ്റിയൊരു മനസ്സ്. കഅബയെ വിട്ടിട്ടൊരു ജീവിതം അവർക്ക് ആലോചിക്കാൻ വയ്യ. എപ്പോ ചെന്നാലും, ഹജ്ജിന് പോയാലും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നമ്മൾ അവിടെയാണ്. ഉംറക്ക് പോയാലോ മനസ്സ് പടക്കാണ് തിരിച്ചു പോരുമ്പോ, അല്ലാഹുവേ ഇനി എപ്പോഴാ ഈ മണ്ണിലേക്ക് എന്നത്. കാരണം എപ്പോഴൊരു ബന്ധമുണ്ട്. അതാണ് മസാബത്തൻ ലിന്നാസ്, ആളൊഴിഞ്ഞു പോകാത്ത, വീണ്ടും വീണ്ടും ഖൽബ് അവിടെ കടക്കുന്ന, മനസ്സിനെ, ഹൃദയത്തെ അവിടെ കടുപ്പിക്കുന്ന, ജനങ്ങളെ അവിടെ കടുപ്പിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നതാണ്. വഅംന. രണ്ടാമത്തത് അല്ലാഹു പറഞ്ഞു അതൊരു നിർഭയത്വമുള്ള കേന്ദ്രമാണ്. തൊട്ടധ്യായം 3-ാമത്തത് സൂറത്തു ആല ഇംറാൻ 97-ാമത്തെ ആയത്ത്.
അവിടെ കാണുവോ മൻ ദഖലഹു കാന ആമിന. ആരാ മക്കയിൽ പ്രവേശിക്കുന്നുവോ, അല്ലെങ്കിൽ കഅബാലയത്തിൽ പ്രവേശിക്കുന്നുവോ, മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നുവോ, അവൻ നിർഭയനായി തീരുന്നതാണെന്നാണ്. നിർഭയത്വത്തിന്റെ ഭവനമാണ് പരിശുദ്ധമായ മക്ക. നിങ്ങൾ ആലോചിക്കൂ, ഈ ആയത്തിനെ വിരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നത് കാണാം, വമൻ ദഖലഹു കാന ആമിന എന്ന് പറഞ്ഞാൽ യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹറമോ മക്ക, അത് മക്കം ഹറമാണ്. ഇദാ ദഖലഹുൽ ഖായിഫു യഅമനു മിൻ കുല്ലി സൂ, ഭയമുള്ള ഒരാൾ അവിടെ പ്രവേശിച്ചാൽ എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനാകും. അതായത് അവന് വരുന്ന ആപത്തുകൾ, ഉപദ്രവങ്ങൾ, അക്രമങ്ങൾ എന്നിൽ നിന്നെല്ലാം അവൻ നിർഭയനാകും. അപ്രകാരമായിരുന്നു ജാഹിലിയത്തിൽ പോലും. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ അഹ്ലുസുന്നയുടെ കിബാറുകളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ജാഹിലിയ കാലത്ത് ഒരാളെ കൊല്ലുന്നു, എന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു കമ്പിളി വസ്ത്രം വെക്കുന്നു എന്നാണ് തഫ്സീറിൽ കാണുന്നത്. സൂഫ് എന്നാണ്, കട്ടിയുള്ള ഒരു വസ്ത്രം. ഞാൻ ഒരാളെ കൊന്നു, എന്നിട്ട് അയാൾക്ക് ഒരു കമ്പിളി വസ്ത്രം ധരിച്ചിട്ട് അയാൾ എവിടെയാണ്? അയാൾ ഹറമിലേക്ക് പ്രവേശിക്കാണ്. ഈ കൊല്ലപ്പെട്ടവന്റെ മകൻ ഹറമിനകത്ത് ഈ കമ്പിളി വസ്ത്രം ധരിച്ചു നിൽക്കുന്നവനെ കാണുന്നു. ഫലാ യഹീജുഹു, ബാപ്പാനെ കൊന്നവനെ കാണാൻ, പക്ഷെ എന്നിട്ടും അവനെ ഇളക്കി വിടുന്നില്ല. ഹത്താ യഖ്റുജ, അവൻ ആ ഹറമിൽ നിന്ന് പുറത്തു ഇറങ്ങുന്നത് വരെ. എന്ന് പറഞ്ഞാൽ കൊന്ന ഒരു മനുഷ്യന് വരെ ഹറമിൽ സഞ്ചരിക്കാനുള്ള നിർഭയത്വമുണ്ട്. കൊല്ലപ്പെട്ടവന്റെ മക്കളോ അവന്റെ അനന്തരാവകാശികളോ കണ്ടാൽ പോലും അവനെ ഓടിക്കാനോ തിരിച്ചടിക്കാനോ കൊല്ലാനോ അവർ മെനക്കെടൂല. കാരണം എന്താ? വമൻ ദഖലഹു കാന ആമിന. അതാണ് ഹറം, അതാണ് മക്ക, അതാണ് പരിശുദ്ധ കഅബ ഉൾക്കൊള്ളുന്ന പ്രദേശം. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഈ ആയത്ത് ഒരിക്കൽ പറയണം, വമൻ ദഖലഹു കാന ആമിന ഖാല മൻ ആദ ബിൽ ബൈത്തി ആദഹുൽ ബൈത്ത്. ആരെങ്കിലും കഅബയിൽ അഭയം തേടിയാൽ കഅബ അവനെയും നിർഭയത്വത്തിലാക്കുന്നതാണ്, അവൻ അഭയം നൽകുമെന്നാണ്. വലാകിൻ, ഈ തേടി ചെന്നാള്, നിർഭയത്വം ആഗ്രഹിച്ച് കഅബയിൽ ചെന്നാള്, അയാളുടെ സ്വഭാവം എന്താ? ലാ യുഅവാ വലാ യുത്അം വലാ യുസ്ഖ. അവൻ അഭയം നൽകാത്തവനാണെങ്കിലും, അവൻ മറ്റൊരാളെ ഭക്ഷിപ്പിക്കാത്തവനാണെങ്കിലും, അവൻ വേറൊരാൾക്ക് കുടിക്കാൻ നൽകാത്തവനാണെങ്കിൽ പോലും ഫഇദാ ഖറജ ഉഖിദ ബിദംബിഹി, അവൻ ആ ഹറമിൽ നിന്ന് പുറപ്പെട്ടാലോ ഈ പറയപ്പെട്ട തെറ്റുകൾ കൊണ്ട് പിടികൂടപ്പെടുന്നവരാണ്. അതായത് ഹറമിൽ ചെല്ലുന്നത് വരെയും ഹറമിലേക്ക് പ്രവേശിക്കുന്നത് വരെയും ഒരാൾക്കും അഭയം നൽകാത്ത, ഭക്ഷണം നൽകാത്ത, വെള്ളം നൽകാത്ത വളരെ താന്തോന്നിയായ ഒരാൾ, അയാൾക്ക് പോലും ഹറം എന്ത് ചെയ്യും? നിർഭയത്വം നൽകും. എന്നിട്ട് തിരിച്ച് ഹറമെന്ന് പുറത്തുപോയി വീണ്ടും പഴയതുപോലെ തന്നെ, എങ്കിലും അവന് ഹറം എന്താണ്? സുരക്ഷിതത്വമാണ്. അതാണ് വമൻ ദഖലഹു കാന ആമിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 29 അധ്യായം സൂറത്ത് അങ്കബൂത്തിന്റെ 67 പറഞ്ഞു, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിന, നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നവർ കണ്ടില്ലേ? ഇതേ സംഗതി 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 97 ഉണ്ട്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്, പവിത്ര ഭവനമായ കഅബയെ അള്ളാഹു ജനങ്ങൾക്ക് ഉള്ള ഒരു നിലനിൽപ്പു കേന്ദ്രമാക്കിയിരിക്കുന്നു എന്നാണ്. എത്രത്തോളം ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തില് മക്ക രാജ്യത്ത് ജീവിച്ച ഖുറൈശികൾ, കഅബയെ അനന്തരം വെച്ചവർ, മറ്റു ഗോത്രങ്ങൾക്കിടയിൽ അഹ്ലുൽ ഹറം, ഹറമിന്റെ അഹ്ലുകാർ എന്ന വിളിപ്പേരുള്ളവർ, എല്ലാ നിഅമത്തും നൽകപ്പെട്ടവർ, അവരോട് അല്ലാഹു പറഞ്ഞെന്താ? ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. എന്നിട്ടോ അല്ലദീ, എങ്ങനത്തെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം സമാധാനം നൽകുകയും ചെയ്തവനെ, ആ റബ്ബിനെ, അതായത് കഅബയുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്നാണ്. അവിടെ നോക്കൂ, അല്ലാഹു തആല ഖുറൈശികൾക്ക് കൊടുത്ത നിഅമത്ത് പറയാണ്, മറ്റൊരാൾക്കും കൊടുക്കാത്ത നിഅമത്ത്. അവരോടും അല്ലാഹു പറഞ്ഞത് അവിടെയുള്ള നിർഭയത്വത്തെ കുറിച്ചാണ്. അല്ലാഹു അക്ബർ കബീറ. എന്താണ് ഈ നിർഭയത്വം പ്രിയമുള്ളവരെ?
എന്താണ് ഈ നിർഭയത്വം? ഈമാനിൽ നിർഭയത്വമാണ് ഹറമും പരിസരവും. നരകത്തിൽ നിന്നുള്ള നിർഭയത്വമാണ്. മൂന്നാമത്തത് ഭൗതികമായി അവിടെ പ്രവേശിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന നിർഭയത്വമാണ്. അത് ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ പോലും സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള നിർഭയത്വം. അല്ലാഹു തആല എത്ര സ്ഥലത്താണ് ഈ കഅബയും പരിസരവും ഉൾക്കൊള്ളുന്ന മക്കയെ പ്രശംസിക്കുന്നത്. അല്ലാഹു തആല ചില ആയത്തുകളിൽ ഈ മക്കയെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു. നമുക്കൊക്കെ അറിയണ ആയത്താണ്. എന്തായത്ത്? വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അത്തിയും ഒലീവും സീനാ പർവ്വതവും നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം. ഈ മൂന്നായത്തിൽ 3 നബിമാരുടെ ജീവിതമുണ്ട്. അത്തിയും ഒലീവും അത് മഹാനായ ഈസാ നബിയുമായി ബന്ധപ്പെട്ടതാണ്. സീനാ പർവ്വതം അത് മൂസാ നബിയുമായി ബന്ധപ്പെട്ടതാണ്. വഹാദൽ ബലദിൽ അമീൻ, ഈ രാജ്യം ഏതാണത്? അത് ഹറമാണ്, മക്കയാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. സമയത്തിന്റെ കുറവുണ്ട്, അതിന്റെ തഫ്സീർ ഞാൻ വായിക്കുന്നില്ല. ആ തഫ്സീറിൽ വളരെ വിശാലമായി ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ മുഫസ്സിർ അല്ലാമ ഹാഫിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സവിസ്തരം വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. യഅനി മക്ക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മക്കയാണ്. അല്ലാഹു തആല മക്കയെ പിടിച്ച് സത്യം ചെയ്യാണ്. അത് പറയുമ്പോൾ ഒരു ചെറിയ മുലാഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ സൃഷ്ടികളിൽ ആരെ കൊണ്ടും സത്യം ചെയ്യാം. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈച്ചയും കൊതുകിനെയും വരെ ഉപമയാക്കുന്നുണ്ട്. അല്ലാഹ് ലജ്ജിക്കുന്നില്ല എന്നാണ്. എന്നാൽ അള്ളാന്റെ സൃഷ്ടികളായ എനിക്കും നിങ്ങൾക്കും അള്ളാനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് അള്ളാന്റെ സൃഷ്ടികൾ ആരെ കൊണ്ട് സത്യം ചെയ്യാം, എന്നാൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല നമ്മൾ മുഹമ്മദ് നബിയാണ്, കഅബയാണ്, തങ്ങളാണ്, ബീവിയാണ് എന്നിങ്ങനെ സത്യം ചെയ്ത് എന്താ കുഴപ്പം? അള്ളാന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹലഫ ബിഗൈരില്ലാ, ഒരുത്തൻ അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫറ ഔ അശ്റക, അപ്പോൾ തീർച്ചയായിട്ടും അവൻ കാഫിറായി അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ ഒരു പ്രത്യേകത, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം മക്കയാകുന്നു എന്നതാണ്. അല്ലാഹു അക്ബർ. നമ്മൾ തിരിഞ്ഞിരിക്കുന്നതിന് അർത്ഥമുണ്ട്. നമ്മൾ തിരിഞ്ഞിരിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. എന്താണ്? അള്ളാഹ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പരിശുദ്ധ മക്കയാണ്. ഹിജറ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്ന നേരത്ത് മക്കയെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്. ഖൽബ് പൊട്ടുന്നൊരു വാക്കാണത്. എന്താ വാക്കെന്ന്? വല്ലാഹി, അള്ളാഹനെ തന്നെയാണ്. ഇന്നകി ലഖൈറു അർദില്ലാ, മക്കയെ നോക്കിയിട്ട് പറയണ നിശ്ചയമായും നീ അള്ളാന്റെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി അത്രേ. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയും മക്കയെ നീ തന്നെയാണ്. വലൗലാ ഇന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടെ നബി പറഞ്ഞൊരു വാക്കെന്തറിയോ? അഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്. നമുക്ക് പോണ്ടേ പ്രിയമുള്ളവരെ, ആ കഅബയെ നമ്മൾ കാണണ്ടേ? ആ മക്കയിൽ ഒരിക്കലെങ്കിലും പോകേണ്ടതില്ലേ? ഹജ്ജ് ഉംറയും കൂടെ കൂടെ നിർവഹിക്കേണ്ടതില്ലേ? ആ മസ്ജിദുൽ ഹറാമിൽ നമുക്ക് നിസ്കരിക്കേണ്ടതില്ലേ? അവിടെ നിന്ന് സംസം നമുക്ക് കുടിക്കേണ്ടതില്ലേ? നമുക്ക് ആഗ്രഹമല്ലേ? അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, എത്രത്തോളം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനും പ്രിയപ്പെട്ട നാട് മക്കയാണെന്നാണ്. അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട നാട് മക്കയായതുപോലെ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖിനും പ്രിയപ്പെട്ടത് മക്കയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയാണ്, മക്കയോട് പറഞ്ഞൊരു വാക്കുണ്ട്,
അതും ഇതുപോലത്തെ ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ഇതിനോടനുബന്ധമായതാണ്. മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ വഅഹബ്ബകി ഇലയ്യ, നീ എത്ര വിശുദ്ധവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ നാടാണ്. നബി പുറത്തു പോകുമ്പോ, മക്കയിൽ നിന്ന് പുറത്തു പോകുമ്പോ പറഞ്ഞ വാക്കുകളിൽപ്പെട്ടൊരു വാക്ക് തന്നെയാണത്. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി, ഈ ജനത ഇവിടെ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നീ അല്ലാത്തൊരു നാട്ടിൽ ഞാൻ താമസിക്കില്ലായിരുന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞ വാക്കാണ്, ഹൃദയം തട്ടിയ വാക്കുകളാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, 2 അവന്റെ റസൂലിനും ഏറ്റവും പ്രിയപ്പെട്ടത് വിശുദ്ധമായ കഅബ ഉൾക്കൊള്ളുന്ന മക്ക രാജ്യമാണ്. 5ാമത്തെ ഒരു പ്രത്യേകത, അത് തൗഹീദിന്റെ കേന്ദ്രമാണ്. ദാറുത് തൗഹീദ്, ദാറുത് തൗഹീദ്, അത് വളരെ പ്രധാനമാണ്. കിതാബുകളിൽ പല മസ്അലകൾക്കും ചർച്ചയാക്കുന്ന കാര്യമാണ് ദാറുത് തൗഹീദ്. അല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹിമിന് ആ കഅബാലയത്തിന്റെ ഭവനത്തിന്റെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം. എന്നിട്ട് അവിടത്തോട് പറഞ്ഞു, അതെല്ലാം നിർവഹിച്ചല്ലോ. ശേഷം അവിടത്തോട് പറയാണ്, യാതൊരു വസ്തുവേയും എന്നോട് പങ്കു ചേർക്കരുത് എന്നും തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും ഖിയാമിലും റുകൂഇലും സുജൂദിലുമായിക്കൊണ്ട് നിസ്കരിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും എന്റെ ഭവനത്തെ ശുദ്ധമാക്കി വെക്കണമെന്നും അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു എന്നാണ്. ഇതേ ആശയം സൂറത്ത് ബഖറയുടെ 125 കാണാം. ഇവിടെ എന്താ പറഞ്ഞത്? വത്വഹിർ ബൈത്തിയ എന്നാണ്. എന്റെ ഭവനത്തെ ശുദ്ധമാക്കണം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ പ്രമുഖ ശിഷ്യർ ഇമാം മുജാഹിദ് ഇബ്നു ജബർ ഖത്താദ റഹിമഹുമുല്ലാഹ് അവർ പറഞ്ഞു, എന്തിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം? മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം എന്നാണ്. ഷിർക്കിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം എന്നാണ്. അതുപോലെ മിനൽ ഔസാൻ, സഅദ് ഇബ്നു ജുബൈറിനെ തൊട്ട് കാണാം, വിഗ്രഹങ്ങളെ തൊട്ട് ശുദ്ധമാക്കി വെക്കണമെന്നാണ്. യാതൊരു ശിർക്കിന്റെ ഇനങ്ങളോ വകുപ്പുകളോ അടയാളങ്ങളോ ചിഹ്നങ്ങളോ അവിടെ ഉണ്ടാകരുത്. അതെല്ലാ പള്ളികൾക്കും ബാധകമായ കാര്യം. കാരണം എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ മുഴുവനും അല്ലാഹുവിനുള്ളതാകുന്നു, അതിനാൽ അവയിൽ അല്ലാഹുവിന് പുറമെ ആരോടും വിളിച്ചു തേടരുതെന്നാണ്. ഒരു പള്ളിയുടെ മിനാരത്തിൽ നിന്നും അല്ലാഹ് എന്നതല്ലാതെ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് പുറത്തേക്ക് കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് തൗഹീദിന് വിരുദ്ധമാണ്. പ്രിയമുള്ളവരെ, തൗഹീദിന്റെ കേന്ദ്രമാണ് മക്ക. സമാധാനത്തിന്റെയും മാർഗദർശനത്തിന്റെയും കേന്ദ്രവുമാണ് മക്ക. 6ാമത്തെ ഒരു പ്രത്യേകത, ഈ മക്കക്കു വേണ്ടിയും ഈ മക്കയിൽ ലോകത്തിന്റെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നതിനു വേണ്ടിയും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് വേണ്ടി സൂറത്ത് ഇബ്രാഹിമിന്റെ 35 മുതൽ 37 വരെയുള്ള ആയത്ത്. 2ാം അധ്യായം സൂറത്ത് ബഖറ 129-ാമത്തെ ആയത്ത്. ഇവിടെയൊക്കെ കാണാം, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ റബ്ബേ, അവർക്ക്, മക്കക്കാർക്ക് അല്ല മനുഷ്യർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമെന്ന്. അഥവാ ഇസ്മാഈലിന്റെ സന്തതികളിൽ നിന്ന് അവരിലേക്ക് ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കാണ്? ബാപ്പ അബൂന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ഹൃദയത്തിൽ തൊട്ടൊരു വാക്കുകൊണ്ട് മുഹമ്മദ് നബി അത് പറയേണ്ട ഒരു ഇബ്രാഹിം, ഞാൻ എന്റെ ബാപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ ബാപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണെന്നാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ പരിശുദ്ധമായ മക്കയും ആ മക്കയുടെ പരിസരത്തുള്ളതും
ഇത് മുഴുവനും അനുഗ്രഹീതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇടയ്ക്കിടെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ സ്ഥിരമായി താമസിക്കാനൊക്കെയുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. കൂടാതെ ധാരാളം പ്രത്യേകതകൾ വേറെയുമുണ്ട്. അതിന് ധാരാളം പ്രത്യേകത. ഏറ്റവും വലിയ ഫിത്നയായ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന് നമ്മളിങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് അത്തഹിയാത്തിൽ ഒന്നിൽ വിരലിലേക്ക് അല്ലെങ്കിൽ സുജൂദിലേക്ക് നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ ഷർറായ, ഈ ദുനിയാവിൽ മനുഷ്യവർഗത്തിന്റെ ശത്രുവായ രണ്ട് ശത്രു മനുഷ്യൻ അല്ലാഹു തആല പരീക്ഷണാക്കി നിശ്ചയിച്ചു. ഒന്ന് ജിന്നുവർഗത്തിന്റെ ശത്രു, അതാരാ? ഇബ്ലീസാണ്. രണ്ട് മനുഷ്യവർഗത്തിലെ ശത്രു, അതാരാ? ദജ്ജാലാണ്. ദജ്ജാൽ മനുഷ്യനാണ്, മനുഷ്യവർഗത്തിലെ ശത്രുവാണ്. ആ മനുഷ്യവർഗത്തിലെ ശത്രുവായ ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാൽ പ്രവേശിക്കില്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഒരിടമാണ് പരിശുദ്ധമായ മക്ക, അതുപോലെ മദീനയും. എത്രത്തോളം കാര്യങ്ങൾ ഈമാൻ അഭയം പ്രാപിക്കുന്ന ഹറമുകളിൽ ഒന്ന് ഇതാണ്. അതുപോലെ നിസ്കാരത്തിന് പരിശുദ്ധ ഹറമിൽ 1,00,000 പ്രതിഫലം. ജമാഅത്ത് നിസ്കാരത്തിനോ 27 ഇരട്ടിയാണല്ലോ, അപ്പൊ അതിനനുസരിച്ചാണ് പ്രതിഫലം. മയ്യത്ത് നിസ്കാരങ്ങളിൽ പോലും പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ ഖിലാഫുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയും പ്രതിഫലം ലഭിക്കും അവിടുത്തെ ഒരു മയ്യത്ത് നിസ്കാരത്തിന്. ഒരു സുജൂദിന് അത്ര പ്രതിഫലമുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, 50 കൊല്ലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നിസ്കരിച്ചാൽ കിട്ടണത് ചിലപ്പോ 2 ആഴ്ച കൊണ്ടും 3 ആഴ്ച കൊണ്ടും അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് ശരിക്കും കണക്കൂട്ടിയാൽ. വല്ലാഹു തആല അലം. അപ്പൊ എത്ര മഹത്തുണ്ടെന്ന് ആലോചിക്കുന്നത്, എത്രത്തോളം ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ആ മണ്ണിൽ നിന്നെത്താൻ, അവിടെ ഒരു സുജൂദ് ചെയ്യാൻ. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ അനുവദിച്ച 3 ഹറമുകളിൽ ഒന്ന് മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹു തആല ആ മസ്ജിദുൽ അഖ്സ അഹ്ലുസ് സുന്നത്തിന്റെ കൈകളിലേക്ക് അല്ലാഹു തിരിച്ചേൽപ്പിക്കുമാറാകട്ടെ. ആ മണ്ണിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തത് മസ്ജിദുൽ ഹറമാണ്, മൂന്നാമത്തത് മസ്ജിദുൻ നബവിയാണ്. ഈ 3 ഹറമും അല്ലാഹു അഹ്ലുസ് സുന്നയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒന്നതാണ്. മറ്റൊന്ന് വിശുദ്ധ കഅബ ആലയമാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഭൂമിയിൽ ഏറ്റവും പരിപാവനമായത് അല്ലാഹുവിന്റെ കഅബ ആലയമാണ്. അത് സ്തുതി ചെയ്യുന്നത് മക്കയിലാണ്. അതുപോലെ ആ കഅബാലയത്തിന്റെ 4 മൂലകളിൽ ഒരു മൂലയിൽപ്പെട്ട ഹജറുൽ അസ്വദ് വളരെ പവിത്രമാണ്, പ്രധാനമായതാണ്. അതുപോലെ ആ കഅബാലയത്തിങ്കിൽ അല്പം മാറി പുറകിൽ സ്ഥിതി ചെയ്യുന്ന ഒരൽപ്പം മണ്ണിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ ദൃഷ്ടാന്തമായ മാഉ സംസം അതുള്ളത് മക്കയിലാണ്. ഈ ഹറമിന്റെ തൊട്ട്, ഈ കഅബയുടെ തൊട്ട് ആളുകൾ തവാഫിനിടയിൽ അവരെ ഇടയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മഖാമു ഇബ്രാഹിം, ഈ മഖാമു ഇബ്രാഹിമിന്റെ ചാരത്ത് നിന്നാണ് മഹാനായ ഇബ്രാഹിം നബി ഹജ്ജിലേക്ക് വിളിച്ചത് എന്ന ഹദീസിൽ കാണാം. ഹജ്ജിന് വേണ്ടി വിളിച്ചത് അവിടെ നിന്നാണ്. അതുപോലെ സഫാ മർവ അല്ലാഹുവിന്റെ ശിആറുകളിൽ, മതചിഹ്നങ്ങളിൽ അതിശ്രേഷ്ഠമായ സഫയും മർവയും സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധ മക്കയിലാണ്. അതുപോലെ മസ്ജിദുൽ ഹറാം, ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുൽ ഹറാം, അതിനിടയിൽ കഅബാലയത്തിനും മസ്ജിദുൽ ഹറമിനിടയിൽ 24 മണിക്കൂർ മുറിയാത്ത തവാഫിന്റെ ഇടം മതാഫ്, ഇത് മുഴുവനും നിലനിൽക്കുന്നത് എവിടെയാണ്? പരിശുദ്ധ മക്കയിലാണ്. എത്രയെത്ര പ്രത്യേകതകൾ അൽഹംദുലില്ലാഹ് മക്കയിൽ. എല്ലാറ്റിലും ഉപരി വിശുദ്ധമായ ഹജ്ജിന്റെയും ഉംറയുടെയും കേന്ദ്രം. അല്ലാഹു അക്ബർ. ചുരുങ്ങിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോളം പഴക്കമുള്ളത്, അല്ലെങ്കിൽ നബിമാർ, അവരുടെ സച്ചരിതരായ അനുചരന്മാർ തുടങ്ങി മഹത്തുക്കളുടെ ജീവിതം കൂടിക്കലർന്ന മഹാനഗരി, അതാണ് ഉമ്മുൽ ഖുറ.
ഉമ്മുൽ ഖുറാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ദീനിന്റെ പൂർത്തീകരണത്തിനായി മഹാനായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് നബിയെ റബ്ബുൽ ആലമീൻ നിയോഗിച്ച കേന്ദ്രമാണ് മക്ക. റബ്ബുൽ ആലമീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ നിയോഗിച്ച കേന്ദ്രമാകുന്നു മക്ക. ഒരു സാധാരണ സ്ഥലമല്ല എന്നർത്ഥം. ഏഴാകാശത്തിനപ്പുറത്തു നിന്ന് വഹ്യുമായി മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇടയ്ക്കിടെ ഇറങ്ങി വന്നിരുന്ന സ്ഥലമാണ് മക്ക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഏഴാകാശത്തിനപ്പുറത്തുനിന്ന് എത്രമാത്രം പ്രത്യേകതകൾ മക്കൾക്കും മക്കയിലുള്ളതിനും. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്ന ഹാജിമാർ ചെല്ലുന്നത്. ഇവിടെയാണ് ഹാജിമാർ കടന്നു ചെല്ലുന്നത്. എങ്ങനെ തൗഹീദിന്റെ കലിമത്ത് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അഹല്ല ബിത്തൗഹീദ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. കണ്ണ് നനയുന്നവരായി, ഹൃദയം അല്ലാഹുവിലുള്ള ദിക്റിനാൽ വിശാലമായവരായി, സ്വത്വബോധവും സ്വാതന്ത്ര്യവും നിറഞ്ഞവരായി മാറാനാകുന്ന നിമിഷങ്ങൾ, ഫലസ്തീനികൾ പോലും മനസ്സ് തുറക്കുന്ന നിമിഷങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെ നിമിഷങ്ങൾ, ഞാനും എന്റെ റബ്ബും ഉബൂദിയത്തിന്റെ പരിപൂർണത നിലനിൽക്കുന്ന നിമിഷങ്ങൾ. അതാണ് പരിശുദ്ധമായ മക്ക. അല്ലാഹു അക്ബർ. മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, ഈ അനുഭൂതികൾ നമുക്കും വേണ്ടേ? നമ്മൾ ദുആയിരുന്നോ? നമ്മൾ ചോദിച്ചോ അല്ലാഹുവിനോട്? ഈ മണ്ണിലെത്താൻ പരിശ്രമിച്ചോ? ആത്മാർത്ഥമായി അതിനുവേണ്ടി വിശിഷ്യ കഴിവുണ്ടായിട്ടും ആലോചിച്ചോക്ക്, 1,00,000 പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധ ഹറമിലെ ഒരു വഖത്ത് കിട്ടാൻ ജമാഅത്തിന് 27 ലക്ഷമാണ് പ്രതിഫലം. ഒരു ജമാഅത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചോ? അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കയും മക്കയിലുള്ളതും അതാതിന്റെ ശ്രേഷ്ഠതകളും ഒക്കെ നമ്മൾ അറിയണം. ടൂറല്ല പ്രിയമുള്ളവരെ, അത് ഇബാദത്ത്. മക്ക എന്ന തൗഹീദിന്റെ മണ്ണിൽ കാലുകുത്തിയത് എന്തിനാ? ഇഖ്ലാസും ഇൽമും നിയ്യത്തും സുന്നത്തും ഒക്കെ അനിവാര്യമായവരായി, പരിപൂർണമായി റബ്ബിന് സമർപ്പിച്ചവരായി ആ മണ്ണിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും ഒക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും നിർവഹിക്കാൻ റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മണ്ണിലിടക്കിടെ കടന്നു ചെല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മണ്ണുമായി വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ അസ്വസ്ഥതകളും, എല്ലാ മാനസിക, ശാരീരിക, സാമ്പത്തിക വിഷമതകളും അള്ളാഹു തആല നമുക്കൊക്കെ പരിഹരിച്ചു തരുമാറാവട്ടെ. മാനസിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. സമാധാനം ചൊരിയുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഖുർറത്ത അയ്നായ മക്കളാക്കി അള്ളാഹു നമ്മളെ മാറ്റി തീർക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന, നിരാലംബ നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ, വിശിഷ്യ ഫലസ്തീനിൽ അള്ളാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. അഹ്ലുസുന്നത്തിന്റെ ഇമാമത്ത് നൽകി അള്ളാഹു ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പഴച്ച കക്ഷികളിൽ നിന്നും, പഴച്ച വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു തആല ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.